ലഹരിക്കെതിരെ വനിതാ ദിന ആഘോഷം നടത്തി. പാലക്കാട് കൊപ്പം രാമനാഥപുരം പ്രതിഭ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷം. പാലക്കാട് അസിസ്റ്റന്റ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ MN സുരേഷ് ബാബു യോദ്ധാവാകാം ലഹരിക്കെതിരെ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചുകൊണ്ടാണ് വനിതാ ദിനം ഉദ്ഘാടനം നിർവഹിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റ് P ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ശ്രീ നാരായണപിള്ള, ഭരണസമിതി അംഗം ഹരിദാസ് മച്ചിങ്ങൽ, എഴുത്തുകാരി മേതിൽ രാജേശ്വരി, ജോയിന്റ് സെക്രട്ടറി N ഉണ്ണികൃഷ്ണൻ, P ശ്രീദേവി, TS ഗീത, എക്സൈസ് ഉദ്യോഗസ്ഥൻ R സുഭാഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അസോസിയേഷൻ വനിതാ കൺവീനർ പ്രീത ശശിധരൻ സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രേണുക P നന്ദി പ്രകാശിപ്പിച്ചു. നാരായണപിള്ള സാർ, വിശിഷ്ട അതിഥി സുരേഷ് ബാബു സാർ, പിന്നെ ഹരി, പിന്നെ PRWA വൈസ് പ്രസിഡന്റ് ടീച്ചർ, ട്രഷറർ ഗീത, PRWA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, വനിതാ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഐക്യരാഷ്ട്ര സംഘടന 1975 ആദ്യമായിട്ട് ലോക വനിതാ ദിനം ആചരിക്കാനായിട്ട് ആരംഭിച്ചത്. നമസ്കാരം. ഇവിടെ മദ്യം കൈവശമുണ്ടെങ്കിൽ ഈ മദ്യം വിൽപ്പനയ്ക്കാണ് എന്ന് വന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ എഴുതിയാൽ 10 വർഷം വരെ തടവ്, 1 ലക്ഷം രൂപ സെഷൻസ് കേസായി മാറും. പ്രകൃതി ജാമ്യം കിട്ടാത്ത കുറ്റമായി മാറും. നിയമപരമല്ലാത്ത മദ്യം കൈവശമുണ്ടായിരിക്കുക. അപ്പം നമ്മുടെ മുതിർന്ന മക്കളും പിന്നെ ആണുങ്ങളും സ്ത്രീകളാണെങ്കിലും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ് ഗോവ. ഇത് രണ്ടും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകം. ഇപ്പൊ നമ്മൾ ഇന്നത്തെ പതില്ല ഒരു അച്ഛൻ മകനെ കാർച്ചൻ ഇത് സ്വപ്നമാത്രത്തിന്റെ വലിയൊരു വിപത്തായ അതല്ലെങ്കിൽ 1,80,000 രൂപയ്ക്ക് വരും സാധാരണക്കാരൻ. അപ്പം നിങ്ങൾ ഇന്നൊരു മനുഷ്യന് ഒരു സാധാരണ ഒരാൾക്ക് മാന്യമായി ലഹരി കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ 100 രൂപ കഴിച്ചാൽ മതിയോ? നടക്കുന്ന കേസാണോ? 1 ലിറ്റർ കള്ള് കുടിക്കണമെങ്കിൽ